ജോസഫ് വാഴക്കനെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വെട്ടിമാറ്റിയത് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഡീല് നടന്നു എന്ന് നമ്മളിൽ കാണുന്നുണ്ട്. വലിയ ക്യാഷ് ഡീലിംഗ്, വല്ലാത്ത ചതിയാണ് വാഴക്കനോട് ചെയ്തതെന്നുള്ളതാണ് പറയേണ്ടത്. കാരണം വാഴക്കനോട് സീറ്റുണ്ട് എന്ന് പറയുകയും വാഴക്കനെ പിടിച്ച് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം ആവശ്യപ്പെടുകയും താങ്കൾക്ക് തന്നെയാണ് ഈ സീറ്റ് എന്ന് പറയുകയൊക്കെ ചെയ്തു. പക്ഷെ സംഭവിച്ചെന്താണ്, അയാൾ കുറേ പോസ്റ്ററൊക്കെ അടിച്ചു, അതുപോലെ തന്നെ ബാനറിന് വേണ്ട കുറേ സാധനങ്ങൾ പ്രിൻറ്റ് ചെയ്തു, വലിയ ഹോർഡിങ്സിന് വേണ്ടിയുള്ള സാധനങ്ങൾ വലിയ പ്രിൻറ്റിങ് വർക്കൊക്കെ നടത്തി. ഏറ്റവും ഒടുവിലാണ് പറയുന്നത് അദ്ദേഹത്തിന് സീറ്റില്ല. ഇപ്പോൾ ഏറ്റവും വളരെ നമ്മൾ നടുക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ആന്റണി എംപിക്കെതിരെയാണ് ഈ ആരോപണം ശക്തമായിട്ട് വരുന്നത്. കാരണം വലിയൊരു ക്യാഷ് ഡീലിംഗ് അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കത്തോലിക്ക സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനോടൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, കത്തോലിക്ക സഭയെ കൃത്യമായിട്ട് മധ്യ കേരളത്തിൽ കോൺഗ്രസ് തേച്ചൊട്ടിച്ചു എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, ഈ കേരള കോൺഗ്രസുകളുടെ ആത്മാവ് ആണ് ഈ ഇടുക്കിയും അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലങ്ങളും. ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്ന വേദനയോടുകൂടി തന്നെയാണ് കേരള കോൺഗ്രസ് ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളും കോൺഗ്രസിന് വിട്ടുകൊടുത്തത്. പക്ഷേ ആ വിട്ടുകൊടുക്കുന്ന സമയത്ത് രണ്ട് കണ്ടീഷനുകൾ ഉണ്ടായിരുന്നു. അതൊന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടുക്കിയിൽ ജോയി വെട്ടിക്കുഴിയും അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ ജോസഫ് വാഴക്കനെയും സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്ന കാര്യം. അതായത് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോടിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഒരു ഉയർത്തി കാണിച്ചിരുന്ന വിഷയം. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. ഇതിൽ കോൺഗ്രസിൽ ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശരിക്കും വല്ലാത്ത ചതിയാണ് വാഴക്കനോട് ചെയ്തതെന്നുള്ളതാണ് പറയേണ്ടത്. കാരണം വാഴക്കനോട് സീറ്റുണ്ട് എന്ന് പറയുകയും വാഴക്കനെ പിടിച്ച് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം ആവശ്യപ്പെടുകയും താങ്കൾക്ക് തന്നെയാണ് ഈ സീറ്റ് എന്ന് പറയുകയൊക്കെ ചെയ്തു. പക്ഷെ സംഭവിച്ചെന്താണ്, അയാൾ കുറേ പോസ്റ്ററൊക്കെ അടിച്ചു, അതുപോലെ തന്നെ ബാനറിന് വേണ്ട കുറേ സാധനങ്ങൾ പ്രിൻറ്റ് ചെയ്തു, വലിയ ഹോർഡിങ്സിന് വേണ്ടിയുള്ള സാധനങ്ങൾ വലിയ പ്രിൻറ്റിങ് വർക്കൊക്കെ നടത്തി. ഏറ്റവും ഒടുവിലാണ് പറയുന്നത് അദ്ദേഹത്തിന് സീറ്റില്ല എന്നുള്ളത്. അപ്പം അവിടെ കത്തോലിക്കരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ എങ്ങനെയാണ്, എവിടെ വെച്ചാണ് ഇത് അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. ജോസഫ് വാഴക്കൻ പറഞ്ഞു, ഞാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ വേണ്ടി എന്തായാലും പാർട്ടിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല, പക്ഷേ എന്നോട് ചെയ്ത ചതിയിൽ എനിക്ക് വേറെ വലിയ വിഷമമുണ്ട് എന്നുള്ളതാണ്. ഈ ജോസഫ് വാഴക്കനെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വെട്ടിമാറ്റിയത് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഡീല് നടന്നു എന്ന് നമ്മളിൽ കാണുന്നുണ്ട്. വലിയ ക്യാഷ് ഡീലിംഗ്. നമുക്ക് അറിയാം, പല ആളുകളും പല സ്ഥാനാർത്ഥികളും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഈ അന്തർനാടകങ്ങൾ എന്ന് പറയുന്നത് ഡൽഹിയിൽ നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞ് ഡൽഹിയിൽ കുറേ ആളുകൾ ഇവിടുന്ന് സംസാരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരേ ഫ്ലൈറ്റ് തന്നെ ഈ സംസാരിക്കേണ്ടവരും ആരോടാണോ സംസാരിക്കേണ്ടത് അവരും നേരെ ഡൽഹിയിലെത്തുന്നു, അവിടെ കേരള ഹൗസിൽ തമ്പടിക്കുന്നു. അവിടെ വെച്ചാണ് ഈ ഡീലിങ്സ് മൊത്തം നടക്കുന്നത്. അപ്പം നേതാക്കന്മാർ എങ്ങനെ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എങ്ങനെ പണം മുട്ടിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പൂഞ്ഞാറിൽ വന്നിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ഈ പൂഞ്ഞാറിൽ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ശരിക്കും പറഞ്ഞാൽ US ഗ്രീൻ കാർഡുള്ള ആളാണ്. 6 മാസത്തിലൊരിക്കൽ, അതായത് ട്രംപിൻ്റെ പുതിയ നിയമം അനുസരിച്ചിട്ട് 6 മാസത്തിലൊരിക്കൽ അയാൾ US പോകാത്ത പക്ഷം അയാൾക്ക് പിന്നെ US കയറാൻ വേണ്ടി പറ്റത്തില്ല. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഏറ്റവും വളരെ നമ്മൾ നടുക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ആന്റണി എംപിക്കെതിരെയാണ് ഈ ആരോപണം ശക്തമായിട്ട് വരുന്നത്. കാരണം വലിയൊരു ക്യാഷ് ഡീലിംഗ് അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പെട്ടിട്ടുള്ള ഒരു പ്രമുഖ യൂത്ത് കോൺഗ്രസ് നേതാവ്, അദ്ദേഹം നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വളരെ ചെറുപ്പക്കാരനാണ്, ഒരു ബിസിനസ്സുകാരനൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചധികം ലക്ഷങ്ങൾ, ആ ലക്ഷങ്ങളുടെ കണക്കൊക്കെ കൃത്യമായിട്ട് അറിയാം, ലക്ഷങ്ങൾ വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ കൊടുക്കുന്ന സമയത്ത് ആ ബയോഡാറ്റയിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഇതിൽ കുറവായിരുന്നു. അപ്പോൾ മറ്റൊരാളെ പരിഗണിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പോഴത്തെ നിലവിലുള്ള റോണി എന്ന് പറയുന്ന SD കോളേജിലെ അധ്യാപകൻ, അതായത് ദീപികയിലെ കോളമിസ്റ്റും സഭയുടെ പ്രധാനപ്പെട്ട കക്ഷിയൊക്കെ ആയിട്ടുള്ള ആൾ വന്നിട്ടുള്ളത്. അപ്പോഴും ഈ പൈസ കൊടുത്തിരിക്കുന്ന യുവ സംരംഭകൻ, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ആത്മാവും ശരീരവും കൊടുത്ത് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ പേരൊന്നും ഞാൻ ഇവിടെ തൽക്കാലം പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് ആന്റണി നിനക്കാണ് കാഞ്ഞിരപ്പള്ളി സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പണം എണ്ണി വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ നടന്നിരിക്കുന്ന ഡീലുകൾ ചെറിയ ഡീലുകളൊന്നുമല്ല. അധികാരത്തിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പണം കിട്ടണം. കാരണം ആന്റണിയെ സംബന്ധിച്ച് പണത്തിന് ഇപ്പോൾ ഭയങ്കര അത്യാവശ്യമുണ്ട്. കാരണം നെടുമ്പറമ്പിൽ ഫിനാൻസിൽ 2 കോടി രൂപ തിരിച്ചടയ്ക്കാത്ത പക്ഷമുണ്ടല്ലോ, റിക്കവറി നടപടികൾ ആരംഭിക്കും. ശബരിമല തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണല്ലോ ഈ കേസ് പുറത്തു വരുന്നത്. അത് അദ്ദേഹം ഇലക്ഷൻ്റെ സമയത്ത് മേടിച്ച പൈസയാണ്. അദ്ദേഹം കരുതിയെന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് കൊടുത്തായിരിക്കും. പിന്നെയാണ് അത് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ് ഈ തന്ത്രി കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇതുപോലെ പലരിൽ നിന്നൊക്കെ കാശ് പിരിച്ചൊക്കെ തന്നെയാണ് ഓരോ ഇലക്ഷനെ നേരിടുന്നത് നമുക്കറിയാം. അല്ലാണ്ട് അവരുടെ പോക്കറ്റിൽ നിന്നുള്ള പൈസ എടുത്തൊന്നുമല്ലല്ലോ. പക്ഷേ സീറ്റ് വാഗ്ദാനം ചെയ്ത് കാശ് സീറ്റ് പല ഈ ലിസ്റ്റിൽ പെടുത്തുക എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ലിസ്റ്റിൽ പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങളെ പേരിൽ ഞങ്ങൾ AICC കൊടുത്ത പേരിൽ നിങ്ങളുണ്ടായിരുന്നു,
അപ്പോൾ ഓരോ ആളുകളും ഈ പല ഗ്രൂപ്പ് നേതാക്കന്മാരും അവരുടെ ഇഷ്ടക്കാരുടെ ലിസ്റ്റ് പെടുത്തുക. എന്തായാലും ഒരാൾക്കല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ. അത് അവിടെ ചെന്ന് ഇപ്പൊ വാഴക്കന്റെ തന്നെ അവസ്ഥ നോക്കൂ. വാഴക്കൻ അവസാന ഘട്ടം വരെ അദ്ദേഹമല്ല സ്ഥാനം. വാഴക്കന്റെ പേര് ഒറ്റ പേരിലേക്ക് വന്നിരുന്നു. അതെ, ഒറ്റ പേരിലേക്ക് വന്നു, വാഴക്കനാണെന്ന് തീരുമാനിക്കപ്പെടുന്നു. പക്ഷെ ഏത് നിമിഷവും വേണമെങ്കിൽ അട്ടിമറിക്കപ്പെടാം. ഇതാണ് സംഭവിച്ചത്. ഇപ്പം വാഴക്കൻ എല്ലാ കാലത്തും കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇറങ്ങി വിട്ടുകയും ഒക്കെ ചെയ്ത് മൂവാറ്റുപുഴ മത്സരിച്ച MLA ആയിരിക്കുന്ന സമയത്ത് മൂവാറ്റുപുഴ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല MLA ആയിരുന്നു. പക്ഷെ പിന്നീട് തുടർന്ന് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ അവിടെ പരാജയപ്പെട്ടു അദ്ദേഹം. അല്ല, പിന്നീട് അദ്ദേഹത്തിനെ പരിഗണിക്കുന്നില്ല. കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇത്തരത്തിലുള്ള പരിഗണിക്കപ്പെടേണ്ട ആളുകൾ പരിഗണിക്കപ്പെടാതിരിക്കുകയും അല്ലാത്ത ചില പുതുമുഖങ്ങൾ വരണ്ടെന്നല്ല, പുതുമുഖങ്ങളൊക്കെ വരേണ്ടതുണ്ട്. പക്ഷേ വിജയസാധ്യത കൂടി പരിഗണിച്ചു കൊണ്ടുവേണം ഈ സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ എന്നുള്ളത് കോൺഗ്രസ്സുകാർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അതായത് ഈ നാട്ടകം സുരേഷ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റുമാനൂർ മത്സരിക്കുന്ന നാട്ടകം സുരേഷ്, അതെ, ഈ നാട്ടകം സുരേഷ് ശരിക്കും കാഞ്ഞിരപ്പള്ളി മത്സരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. അവിടെ നാട്ടകം സുരേഷ് കാഞ്ഞിരപ്പള്ളി മത്സരിച്ചിരുന്നുവെങ്കിൽ അവിടെ കനത്തൊരു മത്സരവും നടക്കുമായിരുന്നു. ഈ പാർട്ടി കൺവിൻസ്ഡ് ആയിരുന്നു, നാട്ടകം സുരേഷ് കൺവിൻസ്ഡ് ആയിരുന്നു, KPCC നേതൃത്വം കൺവിൻസ്ഡ് ആയിരുന്നു. പക്ഷേ ആന്റോ ആന്റണി മാത്രം കൺവിൻസ്ഡ് ആയിരുന്നില്ല. ആന്റോ ആന്റണി എന്താ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ KC വേണുഗോപാലിനും മുകളിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ റോബർട്ട് വധേരയും ഈ ആന്റോ ആന്റണിയും തമ്മിലുള്ള ബന്ധം. അദ്ദേഹം KPCC പ്രസിഡന്റ് ആവുന്ന കാര്യം അവസാന നിമിഷമാണ് വാർത്താമാധ്യമങ്ങൾക്ക് പോലും കിട്ടിയത്. അതേപോലെ തന്നെ സൈലന്റ് ഓപ്പറേഷന് ഏറ്റവും വിദഗ്ധനാണ് ഈ ആന്റോ ആന്റണി എന്ന് പറയുന്നത്. അപ്പോൾ ആന്റോ ആന്റണി രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നടത്തിയ ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ വാഴക്കനെ കുറിച്ചും അതായത് ഈ പറഞ്ഞ ജോയി വെട്ടിക്കുഴിയെ കുറിച്ചൊക്കെ. ജോയി വെട്ടിക്കുഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് KM മാണിയെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളാണ് അദ്ദേഹമൊക്കെ. എന്ന് വിചാരിച്ചിട്ട് KM മാണി സാറും അദ്ദേഹവുമായിട്ട് വേറെ വലിയൊരു മാനസിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നല്ല അടുത്ത ബന്ധത്തിലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള രണ്ട് പ്രമുഖരായിട്ടുള്ള, അത് ഇടുക്കി സീറ്റ് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് ജോയി വെട്ടിക്കുഴി എന്ന് പറയുന്നത്. ഈ ജോയി വെട്ടിക്കുഴിയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടാണ് ഒരുപാട് തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെ മുൻപിൽ വെച്ചുകൊണ്ട് ആ സീറ്റ് എടുക്കുകയും അതിനുശേഷം ആ സീറ്റ് കച്ചവടം നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്ത് പേരിട്ട് വിളിക്കാൻ പറ്റും? അല്ല, ഞാൻ ഈ പറയുന്നത് ഇപ്പം UDF രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച തന്നെയാണിത്. ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ മാത്രമാണ് ഇത് കുറവ്. കേരളത്തിന് പുറത്തുള്ള പല സ്റ്റേറ്റുകളിൽ നമുക്കറിയാം, കർണാടകത്തിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ AICCയുടെ പല നേതാക്കന്മാരും ചുമതലയുള്ള പല നേതാക്കന്മാരും വലിയ കാശ് മേടിച്ചിട്ട് നമുക്കൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റാത്തതിനൊക്കെയുള്ള ഹ്യൂജ് എമൗണ്ട് മേടിച്ചിട്ടാണ് പലരും സ്ഥാനാർത്ഥി ലിസ്റ്റിലൊക്കെ പെടുത്തിയത്. ഇപ്പം ചില MP മാരൊക്കെ നമ്മളടുത്ത് പറയാറുണ്ട്, ഈ പാർലമെൻറ്റിൽ ചെല്ലുന്ന സമയത്ത് അവർ തമ്മിൽ സംസാരിക്കും, നിങ്ങൾക്ക് എന്താണ് ബിസിനസ്, എങ്ങനെയാണ്, എത്ര ചിലവായി ഇലക്ഷൻ എന്നൊക്കെയുള്ള പരസ്പരം ചോദിക്കുന്ന സമയത്ത് കേരളത്തിൽ മാത്രമാണ് ചെറിയ പൈസയ്ക്ക് ഇലക്ഷനിൽ മത്സരിച്ച് അവിടെ MP മാരായി ചെല്ലുന്നത്. സാധാരണക്കാരായ ആളുകളൊക്കെ ഇവിടുന്ന് MP മാരായി പോകാറുണ്ട്. പക്ഷേ മറ്റ് പല സ്റ്റേറ്റുകളിലും പലർക്കും ഹ്യൂജായ എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇലക്ഷനിൽ മത്സരിക്കാൻ പോലും പറ്റുള്ളൂ. ജയിക്കുന്ന കാര്യത്തിലല്ല, മത്സരിക്കാൻ പറ്റുള്ളൂ. അവിടെ പണം കൊണ്ട് ജനാധിപത്യത്തെ കീഴടക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് എല്ലാ കാലത്തും നടന്നുകൊണ്ടിരുന്നത്. അത്തരത്തിലൊരു രാഷ്ട്രീയം ശരിക്കും കേരളത്തിലും വന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ടതുള്ളത്. പിന്നെ നമ്മൾ ഇതിൽ കാണേണ്ടതുള്ളത് ഈ സഭാ നേതൃത്വം വലിയ രീതിയിൽ കത്തോലിക്കരെ കൂടുതൽ മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. യഥാർത്ഥം എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. കത്തോലിക്കരെ കൂടുതൽ അവതരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ സഭയൊക്കെ കോൺഗ്രസ് നേതൃത്വമൊക്കെ ആയിട്ട് വലിയ ചർച്ചകളൊക്കെ നടന്നതാണ്. പക്ഷേ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടായോ? ഇപ്പോൾ ഏറ്റുമാനൂരിൽ കത്തോലിക്കനല്ലല്ലോ മത്സരിക്കുന്നത്. അല്ല, ഇടുക്കി തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നവരാണ് ജാക്കോബിറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് വന്നിരിക്കുന്നത്. തൊടുപുഴയിൽ ഇപ്പം അപ്പു ജോൺ ജോസഫ് റോമൻ കാത്തലിക്സ് ആണ്. ഇടുക്കിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യം ഇപ്പം റോയ്ക്ക് പോലീസ് ജാക്കോബിറ്റ് ആണ്. പിന്നെ ഉള്ളത് പീരുമേട് അറിയാവുന്ന പീരുമേട് ആരാണ് മത്സരിക്കുന്നത്? സേനാപതി വേണു, അല്ല അത് ഉടുമ്പൻചോലയാണ് സേനാപതി വേണു മത്സരിക്കുന്നത്. പീരുമേട്ടിൽ മത്സരിക്കുന്ന രാജ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. പിന്നെയുള്ള ഒരു മണ്ഡലം ദേവികുളമാണ്. ദേവികുളത്താണ് രാജ എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഒക്കെ ഈ മധ്യ കേരളത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് സഭാ നേതൃത്വം ഒന്ന് പരിശോധിക്കുന്നതല്ലായിരിക്കും. അല്ല, പക്ഷേ ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം കനകോലി സിദ്ധാന്ത പ്രകാരമാണ് മധ്യ കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കണമെങ്കിൽ KPCC നേതൃത്വത്തിലേക്ക് ഒരു ക്രൈസ്തവൻ വന്നാൽ പോരാ, റോമൻ കാത്തോലിക് വരണം എന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാവപ്പെട്ട സണ്ണി ജോസഫിനെ നിർബന്ധിച്ചിട്ട് കൊണ്ടെന്ന് KPCC അധ്യക്ഷനാക്കിയത്. ശരിക്കും അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിയിലൂടെയൊന്നും കടന്നു പോകാൻ പറ്റാത്ത ഒരാളാണെന്ന് നമുക്ക് ഈ സുധാകരൻ വിഷയമൊക്കെ വന്നപ്പോൾ കണ്ടു. അപ്പം ഒരു KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ശോഭിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ഏതാണ്ട് 10 മാസമായി അദ്ദേഹം KPCC പ്രസിഡന്റ് ചുമതലയിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇതിൽ കാണേണ്ടത്. അപ്പം
ഈ സിദ്ധാന്തപ്രകാരമാണ് വന്നത്, കത്തോലിക്കരെ കുറച്ചും കൂടി കൂടെ നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ തിരിച്ചാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അവസാന ഘട്ടമൊക്കെ ആകുമ്പോഴേക്ക് പിടിവിട്ടു പോകുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. കോൺഗ്രസ് ഏത് നിലയിലും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് പ്രഖ്യാപിക്കുകയും കേരളത്തിൽ ആകമാനം വലിയ ട്രെൻഡുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഈ ഇലക്ഷൻ നേരിടാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ നമ്മൾ നോക്കൂ, ഇലക്ഷനൊക്കെ അടുത്തടുത്ത് വരുമ്പോഴേക്ക് പല രീതിയിൽ പല ഘടകങ്ങൾ ഇവർക്ക് എതിരാവുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ ഇതിൽ കാണുന്നത്. ഇത് മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡീലാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി. ഇത് ഡീൽ തന്നെയാണ്, ഡീൽ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വാക്കില്ല. കാരണം ഇതിനകത്ത് വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, ചിലപ്പം പൂഞ്ഞാറിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ ലവ് ജിഹാദ് വിഷയമുണ്ടാകുന്ന സമയത്തൊക്കെ ഈ വണ്ടിക്ക് പാലാ ബിഷപ്പ് ഹൗസിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇന്നു വരെ അതേപോലത്തെ ഒരു പ്രകടനം നടന്നിട്ടില്ല, ഒരു പ്രതിഷേധ മാർച്ച് നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പാലാ ബിഷപ്പ് ഹൗസിന് മുമ്പിലേക്ക് ഈരാറ്റുപേട്ടയിൽ നിന്നും ബസ്സിന് 1000-ഓളം വരുന്ന ആളുകളെ എത്തിച്ച ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ അന്ന് ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയുണ്ട്, അജ്മി പുട്ട് പൗഡർ, റൈസ് പൗഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കമ്പനിയുണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ സ്പോൺസറാണ് ഇപ്പോഴത്തെ ഈ സജി ജോസഫ് എന്ന് പറയുന്ന US ഗ്രീൻ കാർഡുള്ള ഈ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് രാജേഷ് ചേട്ടാ നടന്നുകൊണ്ടിരിക്കുന്നത്? അതാ പറഞ്ഞത്, നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൂക്ഷ്മതയും അതുപോലെ തന്നെ അതിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു വലിയ സ്വീകാര്യതയൊക്കെ ഉണ്ട്. ഇപ്പോഴും ജനാധിപത്യം എന്തെങ്കിലും തകരാറിലാണെന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയം പോലുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഈ സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കേണ്ട ചില ധാർമ്മികതയൊക്കെ ഉണ്ട്. ഈ ധാർമ്മികതയൊക്കെ എല്ലാം കളഞ്ഞു കുളിച്ച് പണം മാത്രമാണ് ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് അത്ര ഭൂഷണമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സഭയുടെ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞ സഭയോ അല്ലെങ്കിൽ പണമോ ഒന്നും ഇടപെടാതെ, പണം ആവശ്യമുണ്ട്, പണമില്ലാതെ ഇലക്ഷൻ നേരിടാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ ഇടയിൽ ഇനി പിന്നീട് നമ്മളെ നയിക്കാൻ വേണ്ടി വരുന്നവർ കുറച്ചും കൂടി ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് പണത്തിൻ്റെ ഒന്നും ആധിപത്യമല്ലാത്ത രീതിയിലുള്ള ഒരു ജനപ്രതിനിധികളാണ് വരേണ്ടത് എന്നുള്ളതാണ് ജനാധിപത്യം സൂക്ഷ്മമായി പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹം ചിലവാക്കിയ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ 5 വർഷക്കാലം അദ്ദേഹം മെനക്കെടും. കാരണം അദ്ദേഹം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണല്ലോ കാണുന്നത്. അല്ല, ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം UDF അധികാരത്തിൽ വരാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് കരുതുക. മന്ത്രിയാകാൻ വേണ്ടിയിട്ട് കുപ്പായം അടിച്ച് നടക്കുന്ന ഏകദേശം 50ഓളം ആളുകളുണ്ട്. ഈ 50ഓളം ആളുകൾക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആളെ ആക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ 50 പേരുടെ എടുത്തെന്നെങ്കിലും ഇവർ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വെച്ച് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രകമ്പനം ഈ ഇലക്ഷനിൽ UDF അധികാരത്തിൽ വരാതിരുന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിൽ വാർത്തകൾക്ക് മേൽ വാർത്തകളായിരിക്കും. ഇന്നയാളെ പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പണം തട്ടി, ഇന്നയാളെ ഇത് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് പണം തട്ടി, ഇങ്ങനെയുള്ള വാർത്തകളുടെ ബഹളമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അതുകൂടാതെ തന്നെ അടുത്ത ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കത്തോലിക്ക സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനോടൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, കത്തോലിക്ക സഭയെ കൃത്യമായിട്ട് മധ്യ കേരളത്തിൽ കോൺഗ്രസ് തേച്ചൊട്ടിച്ചു എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഉള്ളത് എന്നാണ് രാജേഷിന് പറയാനുള്ളത്. അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പലതരത്തിൽ ഭരണത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള പല സിദ്ധാന്തങ്ങളിൽ ഒരു സിദ്ധാന്തമാണ് കനകലു സിദ്ധാന്തപ്രകാരം മധ്യ കേരളത്തിൽ കുറച്ചും കൂടി ക്രൈസ്തവർക്ക് പ്രാധാന്യം നൽകുക, പാർട്ടിയുടെ തലപ്പത്തേക്ക് ക്രൈസ്തവരെ കൊണ്ടുവരിക, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ വ്യക്തമായി അതാത് പ്രദേശങ്ങളിൽ പ്രഗത്ഭരായ ക്രൈസ്തവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കുക തുടങ്ങിയ സിദ്ധാന്തങ്ങളെല്ലാം അവസാന ഘട്ടമാകുമ്പോഴേക്ക് പല തരത്തിലുള്ള ഈ അട്ടിമറികൾ നടക്കുകയും ഇതൊക്കെ തീരുകയും ചെയ്താൽ തീർച്ചയായും സഭാ നേതൃത്വം വെറുതെ കൈ കെട്ടിയിരിക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ തിരിച്ചടികൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇനി അധികകാലമില്ല തെരഞ്ഞെടുപ്പിന്. വളരെ ഏപ്രിൽ 9 എന്നൊക്കെ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കടന്നു പോകും. മെയ് 5 കാത്തിരിക്കാം. മെയ് 5 നമ്മളേക്ക് കാത്തിരിക്കാം. പക്ഷേ ഏപ്രിൽ 9 ആളുകൾ തീരുമാനിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു വലിയ ഘടകമായി മാറും എന്നുള്ളത് തന്നെയാണ് നമ്മളിൽ കാണേണ്ടത്.